ഹായ് ഫ്രണ്ട്സ്, ഷാന്യാസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒന്ന് നമുക്ക് തിരണ്ടി മീൻ കറി വെക്കാം കേട്ടോ. നല്ല വറുത്തരച്ചിട്ട് അതിനായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും നമുക്ക് അരിഞ്ഞെടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അതിന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിവിടെ തേങ്ങയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ആ മീൻ വേവെന്ന് മാത്രം നമ്മൾ മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളകും ഉണ്ട്, അപ്പോൾ എരിവിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോഴേക്കിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ തിരണ്ടി മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ വേവുന്ന ടൈമിൽ നമുക്ക് തേങ്ങയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും എരിവിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്ത് 2-3 ചെറിയ കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ ഒരു വിധം നന്നായിട്ട് വറുത്തതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാനായിട്ട്. മുളക് പൊടിയും ആദ്യം തന്നെ നമുക്ക് തേങ്ങയിൽ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കളറൊക്കെ മാറി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർക്കൊരുന്നുള്ളൂ, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുത്തിട്ട് ഈ വെന്ത മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി മീൻ കറി വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ മീൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.